മനുഷ്യനെ പഠിപ്പിച്ചിട്ട് കൊള്ളാം. 2 കമ്പി വീണ് ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചോ? ഇവിടെയെങ്കിലും ഒരു ഒച്ചയും ബഹളം ഇല്ലല്ലോ. ഒച്ചയുടെ അല്ല, കണ്ണു തുറമ്പോ കണ്ടതാരാ? നിന്നെയാ. അപ്പൊ എന്നെ പേടിയുണ്ട്. പിന്നെ പേടിക്കാണ്ട പറ്റോ? പുലിക്കുട്ടിയല്ലേ. ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടിയുള്ളത് നല്ലതാ എന്റെ തങ്കപ്പനായരെ. അപ്പൊ ഞാനൊരു ചെറ്റയെന്നാണോ നീ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേങ്കില് ചില ചെറ്റകളുണ്ട്. ബോംബെ നിന്നങ്ങാണ്ട് ദാമുവിന്റെ കൂട്ടുകാരൻ വന്നു പറയണു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂട്ടുകാരന്മാർ വന്ന് പാത്തു പോണുണ്ട് മുതലാളി. കുമാര, നീ ആ കമ്പിയും കൊണ്ട് പോ. ഇതൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ പെണ്ണുങ്ങൾ ഇരുമ്പേ പണിതാ ഏക്കില്ല. ടൗണില് വേലക്കരുവാൻ്റെ കൊടുത്താ ഉളി പോലെ പണിത് തീർന്നു. നീ നിന്റെ പണി നോക്കി പോടാ. ശരി ശരി, മുതലാളിയുടെ പണിയിൽ ഞാൻ ഇടപെടുന്നില്ല. ഇവന്മാരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ലത്. എന്റെ കാശിതാ, ഞാൻ പോട്ടെ. അത് ശരി, നിക്ക് പെണ്ണേ. അവൻ പറഞ്ഞ കേട്ടിട്ടാ ഈ ഒരു കഴുത തന്നെയാ. ഞാൻ കഴുത തന്നെയാ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭാരം ചുമക്കണേ. അല്ല, ദാമുവിന്റെ കൂട്ടുകാരൻ വന്നത് എന്തിനാ? എനിക്കറിയില്ല. ഏട്ടൻ അക്കരയ്ക്ക് പോയി എന്നൊക്കെ പറയണു. നേരാണോന്നറിയില്ല. നോണെന്ന് ആയിരിക്കില്ല, അല്ലാണ്ട് ഒരാളൊന്ന് പറയോ? ആട്ടെ, കാശെല്ലാം കൊടുത്തുവിട്ടുണ്ടോ? കുറച്ച് തുണി കൊടുത്തു വിട്ടു. ചാവുമ്പോ പുതിയ. കുമാരേട്ടാ, നിങ്ങളൊന്നും കൂടെ നോക്കിയേ. ജമാലേ, നമ്മുടെ കയ്യിലുള്ളതും പെടക്കണ നോട്ട് തന്നെയാ. പക്ഷേങ്കിലേ നിങ്ങള് മുതലാളിയാണ്. അത് ശരിയാ. മുതലാളിമാരുടെ കയ്യിൽ നിന്നും വരുത്തന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാവോ നിങ്ങളുടെ കയ്യിൽ? എല്ലിന് ഫലമുള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടില്ല. അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത ചെറ്റകള്. എടിയടി, തുപ്പലും ചീറ്റലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും. നിന്റെ അമ്മയോട് പോയി പറയടാ. നിനക്കെന്നത് എന്ത് പറ്റി? ഒന്നാമതേ മരമോന്ത, അത് കേറ്റിയും കൂടി പിടിച്ചാല്. മുത്തശ്ശി, ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ. ഇതെന്ത് കൂട്ടാനാടി ഇത്? ഇത്തിരി മീന ഇറച്ചിയെ തിന്നിട്ടുള്ള കാലം മറന്നു. ഹായ്, ഇറച്ചി തിന്നാൻ പറ്റിയ ഒരാള് ചോറ് തിന്നണ ഐസ് ഫ്രൂട്ട് തിന്നണ പോലെയാ. പിന്നെ എനിക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. എന്റെ കഴുത്ത് നീ കഴിച്ചു വിടില്ലടി നിന്നെ. ആരാ? എന്താടി ഒച്ചയാക്കൊന്നില്ലാത്ത? അതാ തമിഴനാ, എന്തേലും പറഞ്ഞു പൊയ്ക്കോട്ടെ. അകത്തെ ആരാണ് കേട്ടേക്കണേ? മോളെ, മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി ഇവനൊക്കെ ഈ വീടിന്റെ ഉള്ളിൽ കയറും. നിന്നെ പട്ട പകല് ഞാൻ കൊണ്ടുപോവും ആളുകളുടെ മുന്നിൽ കൂടെ. എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയതുപോലെ ഒരു കൊച്ചിനെ കൊണ്ടാക്കി തരും. ചെവിയിൽ നുള്ളിക്കോ പേടിച്ച മക്കളെ. ഒരു മിനിറ്റ്. പെൺകുട്ടികളോട് അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയണത് ശരിയാണോ കുമാരേട്ടാ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാര്? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ആരും ആയിക്കോട്ടെ, ആണുങ്ങളില്ലാത്തൊരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ
സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ അല്ലേ? അതിനു പകരം അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ടാ? ഓളി സേവയ്ക്ക് വന്നവ അത് കഴിഞ്ഞ് പോക. നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന പോലെ തിരിച്ചു പോകില്ല. കുമാറിന് നിനക്കറിയില്ല. അറിയില്ല. ഞാൻ വന്നിട്ട് 2-3 ദിവസമായുള്ളൂ. ചില രാജകുമാരന്മാരെ വിശ്വാസം കണ്ടിട്ടുണ്ട്. മര്യാദക്ക് പറയുമ്പോ മുട്ടാപ്പൊക്കെ കാട്ടരുത്. ആരെയാണ് പേടിപ്പിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. ഒന്നും ചെയ്യില്ല. കുമാരേട്ടാ, എന്റെ കഴുത്ത് വേദനിക്കണു. കഴുത്ത് വിട. കളിച്ചോ കൊന്നുകളയും പന്നി. കുമാരേട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, പാവങ്ങളാ, ജീവിച്ചു പോയിക്കോട്ടെ. അവരെ ആരും സഹായിക്കണ്ട, പക്ഷേ ഉപദ്രവിക്കരുത്. അതെ, ദാമുവിന്റെ ചങ്ങാതി ഒരാൾ വന്നു പറഞ്ഞു കേട്ടു. ആൾ ഇത്ര ചുമട്ടനാന്ന് കരുതിയില്ല. ഒരു 2 കൂടി അവിടെ കൊടുക്കായിരുന്നു. അടുത്ത പ്രാവശ്യമായിട്ട്. ചോണക്കുട്ടി. ഹര ഹരോ ഹര ഹര. നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകനോ? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. ആ, പറയണവര് പറഞ്ഞോട്ടെ. ഉവ്വ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ട്. നമ്മളാരാണാവോ? ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായുധ, ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ. ആമാ. വേലിച്ചാമി എന്ന് വിളിക്കും. ആമാ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ കാവ്യ ഉടുത്ത് തെണ്ടലാണ് ജോലി. ഹര ഹരോ ഹര ഹര. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായില്ലേ. അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനും ഇപ്പൊ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം.
ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞ് അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഹരോ ഹരോ എന്ത് പറ്റി? മത്സ്യം കടിച്ചോ? ഉവ്വ. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാനു കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ അവക്കതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലതും അറിയോ? ഓ ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്, വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോത ചമഞ്ഞതിന്റെ സമ്മാനം ദാ ഒക്കത്തിരിക്കുന്നു. എന്നാടി അതിന് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി? കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ കണ്ടോടി? അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിയെന്ന്. നന്നായിപ്പോയി. തല്ലി കൊല്ലണോ അവനെ? അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ? ഓ മുത്തശ്ശനും അതന്നെ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതിന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ എന്നിട്ടിപ്പൊ നല്ലതാന്ന്. കൊറേയൊക്കെ നിന്റെ തോന്നല. നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്താ. ഇനിയിപ്പൊ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ. മുത്തശ്ശി, ദേ വേലുമാമന്റെ വീട്ടിലെ അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ? അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. ആഹാ. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? എന്താ ചോദിക്കാൻ? അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവള പെങ്ങട മോള്. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വര വിശ്വാസം തീരെ ഇല്ല. അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കേണ്ട കൈകൊണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു. പാവാണേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ ആ തറയിലിരിക്കണോ ചാത്തൻ. അതാണോ ചാത്തൻ? അതെ. വിളിക്കട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട വേണ്ട. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പര് വന്നാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യിക്കാലോ. മുണ്ടും തുണി കഴുകും, പെരേ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പരെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ. അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ? കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ 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 കാവിയുടുത്തത് എന്നെ